രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? മുൻപ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ അദ്ദേഹം കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ച് അദ്ദേഹം അത് തമാശയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അത് തമാശയായിട്ട് കാണുന്നവർക്ക് തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു രീതിയാണോ ഇത്? ഒരു പ്രതികരണമാണോ ഇത്? KT ജലീൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ല, MLA അല്ല. നാട്ടുകാരെല്ലാം ചേർത്ത് വീട്ടിലെത്തിയ ഈ അടുത്തിടെ മാത്രം CPM മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും CPM മെമ്പർഷിപ്പ് എടുത്ത സ്ഥിതിക്ക് പുള്ളിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ചോദിക്കാറില്ലേ, നീ ജന്മന ഇങ്ങനെയായിരുന്നോ അതോ ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണോ ഇങ്ങനെയായി മാറിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവിക ഇടതുപക്ഷത്തിൻ്റെ MLA ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയൊക്കെ ആയിട്ടിരുന്നെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പഴയ മുസ്ലിം ലീഗുകാരൻ്റെതായ ബുദ്ധി വിവേകമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ CPM മെമ്പർഷിപ്പ് എടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനെ ട്രോളിക്കൊണ്ട് PK ബഷീർ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ മുന്നിൽ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വേദി എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്കോ +2 പരീക്ഷയ്ക്കോ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. സ്വാഭാവികമായും അവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികളും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. മേഘയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഈ SSLCക്കോ +2നോ ഉന്നത മാർക്ക് മേടിച്ചതിന് ഒരു ട്രോഫി വാങ്ങാൻ പോയിരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അനുമോദന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഈ ഗ്രേഡ് സംവിധാനമായിരുന്നില്ല, മറ്റേ CGPA സംവിധാനമായിരുന്നു CBSE സ്കൂളുകളിൽ. CBSE ആണ്. ഓക്കെ, ഞാനൊക്കെ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചെങ്കിൽ പോലും അന്ന് ഈ ഫേസ്ബുക്കിന്റെ കാലഘട്ടം അല്ലല്ലോ, ഓർക്കുട്ടിന്റെ കാലഘട്ടമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെയാണ് ഈ ഗ്രേഡ് സംവിധാനത്തിന്റെ തുടക്കക്കാർ. അതായത് ഞങ്ങളാണ് DPP പഠിച്ചത്. DPP പഠിച്ച ആദ്യ ബാച്യങ്ങളാണ്, SSA പഠിച്ച ആദ്യ ബാച്യങ്ങളാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഗ്രേഡ് സംവിധാനം ആദ്യം വരുന്നതും ഞങ്ങളുടെ ഇതിലാണ്. ഞങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ ഗ്രേഡിനൊപ്പം തന്നെ മാർക്കുണ്ട്. ഇപ്പം അതുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഗ്രേഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പം ഞങ്ങളുടെ മാർക്കിനകത്ത് ഗ്രേഡും ഉണ്ട് മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ എല്ലാം A+ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും എത്ര മാർക്ക് ഉണ്ടായിട്ട് ഇന്നതിന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല അന്ന് ഇത്രയുള്ള അനുമോദന ഈ മൊമെന്റോ ഒക്കെ വലിയ സംഭവമാണ്. ഇന്നല്ലേ മൊമെന്റോ ഒക്കെ സർവ്വസാധാരണമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള അനുമോദനങ്ങളൊന്നും ഫ്ലെക്സ് ബുക്കുകളോ ഒന്നും ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വേദിയിൽ പോയിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നീട് നമ്മൾ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ സ്ഥിതി നിന്നപ്പോൾ പല സദസ്സുകളും ഇത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ അനുമോദനങ്ങൾ കൊടുക്കുന്ന ചടങ്ങുകളുടെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് നമുക്കറിയാം ഓരോ കുട്ടികളും വന്നിരിക്കുന്നത് ഓരോ പ്രതീക്ഷയിലാണ്. അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷമുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന്, അതുപോലെ ഒരു സാംസ്കാരിക നായകരിൽ നിന്ന്, കവിയിൽ നിന്നോ സിനിമാ നടനിൽ നിന്നോ ഒക്കെ ഈ ഒരു മൊമെന്റോ അത് സ്വന്തം ജന്മനാട്ടിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇപ്പോൾ ഈ ഇത്തവണയല്ല കഴിഞ്ഞ തവണ ഈ SSLC +2 വിദ്യാർത്ഥികൾക്ക് മികച്ച ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ, അതായത് വെട്ടിക്കോല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെട്ടിക്കോല മണ്ഡലം കമ്മിറ്റിയും വിളക്കുടി മണ്ഡലം കമ്മിറ്റിയും നടത്തിയ ചടങ്ങിൽ ഇത് രണ്ടിടത്തും സന്ദീപ് വാര്യരും ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു ഉദ്ഘാടകരായിട്ടുണ്ടായിരുന്നത്. അവർ MLA ആകുന്നതിന് മുമ്പിട്ടാണ്. അപ്പോൾ ആ 2 ചടങ്ങുകളിലും അവിടുത്തെ സംഘാടകർ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചൊക്കെ ഇവർ എനിക്ക് മൊമെൻ്റോ ഒക്കെ തന്നിരുന്നു. അവർ എന്നെ വിളിച്ചത് ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇറക്കിയ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരൻ എന്ന നിലയിൽ വിളിച്ചാണ്. അപ്പോൾ നമുക്കറിയാലോ അവിടേക്ക് ഇത് വാങ്ങാൻ വരുന്ന കുട്ടികളുടെ മെൻറ്റാലിറ്റി അവരെന്തുമാത്രം സന്തോഷത്തിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുട്ടികളെ വിളിച്ചിട്ട് ഈ ഫുൾ A+ വിട്ട് കുട്ടികളോട് ഹിന്ദിയിൽ ചില വാക്കുകൾ എഴുതാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ നോക്കും, നമ്മളിപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വലിയ ഡയലോഗ് അടിക്കുന്നു, വലിയ രീതിയിൽ സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ ഒരു വലിയ സദസ്സിൽ ഉള്ളിടത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വിളിച്ചിട്ട് ഇന്ന വിഷയത്തെക്കുറിച്ച് നീ ഒന്ന് സംസാരിച്ച് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഒന്ന് കണ്ടമിടണം, വാക്കുകൾ തെറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലോ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതേ അവസ്ഥയാണ് കുട്ടികൾക്ക്. അവർക്ക് അത് എഴുതാൻ അറിയാമായിരിക്കാം. അവരത് കൃത്യമായി എഴുതിയത് പഠിച്ച വിഷയങ്ങൾ എഴുതിയത് കൊണ്ടാണല്ലോ ഒക്കെ A+ ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് വിളിച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ ഹിന്ദിയാണ്, ചില വള്ളിയും പുള്ളിയും ഒക്കെ തെറ്റിപ്പോയി. അതിനെന്താ ചെയ്യുക? മൈക്കിലൂടെ ആക്ഷേപിക്കാൻ, അതിൽ വാത്സല്യം
മേഘ പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് ചെയ്തതാണ്. മേഘയ്ക്ക് അതിൽ തമാശയോ വാത്സല്യമോ കാണാൻ പറ്റില്ല. മേഘയുടെ വലിയ മനസ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്കതിലൊരു തമാശ അതിൽ അങ്ങനെയല്ല. ഞാൻ എന്തോ വലിയ മിടുക്കനും ബാക്കി എന്നെ മുന്നിൽ ഇരിക്കുന്നവരെല്ലാം വെറും താഴെക്കടയിൽ കിടക്കുന്നവരോ അല്ലെങ്കിൽ വിവരമില്ലാത്തവരോ ഇത് കാണിക്കാനുള്ള ഒരു വ്യഗ്രത KT ജലീലിന്റെ. എനിക്ക് അതിനേക്കാളും തോന്നിയത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇവരെ വെറുതെ ജയിപ്പിച്ച് വിട്ടതാണ്, ഇതുപോലും അറിയാതെ ഇവർ ജയിപ്പിച്ച് വിട്ടതാണ് എന്നൊരു തോന്നലാണ്. വിഷയത്തിലേക്ക് വരാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പോയിട്ടുണ്ടാകാം. പക്ഷെ ഇനി എത്ര കാലം ആ നാട്ടിലുള്ളവരുടെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടാകും? ഈ കുട്ടികളെ ഇനി എത്ര നാൾ കളിയാക്കും? ഉറപ്പായിട്ടും. അതായത് ആ കുട്ടികൾക്ക് അവിടെ ഉണ്ടായ ട്രോമ അത് ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. ഹിന്ദി എഴുതാൻ പറ്റാത്ത ആൾ, അല്ലെങ്കിൽ KT ജലീൽ, അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരാണ് എൻ്റെ വായിൽ ആദ്യം വന്നത്. ആ ഇരട്ടപ്പേര് വിളിച്ചിട്ട് ജലീൽ ചെവിക്ക് പിടിച്ച പയ്യൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ കുട്ടികൾ ചിലപ്പോൾ അറിയപ്പെടാൻ പോകും. മറ്റേ ഇപ്പോൾ ആ കുട്ടിയുടെ പേര് ശങ്കരൻ എന്നാണെന്ന് വെക്കുക. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേര് തിലോത്തമൻ ആണെന്ന് വെക്കുക. അപ്പോൾ ഒരാൾ വഴി തിരക്കുകയാണ്, ചേട്ടാ ഈ തിലോത്തമൻ്റെ വീട് അറിയൂ? അപ്പോൾ മറ്റേ ഏത് തിലോത്തമൻ? മറ്റേ ജലീൽ ചെവിക്ക് പിടിച്ച ശങ്കരൻ്റെ അച്ഛൻ തിലോത്തമൻ എന്ന് വേണമെങ്കിൽ നാളെ ആ കുട്ടി അറിയപ്പെടാനുള്ള സാഹചര്യവും. അപ്പോൾ പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം പ്രവർത്തികൾ കാണിക്കുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കും, ഇതെങ്ങനെ അവർക്ക് അഫക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാനിത് ആദ്യം ശ്രദ്ധിച്ചത്, ഈ വീഡിയോ ശ്രദ്ധിച്ചത് സലീം മലിക് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോഴാണ് ഞാനിത് ആദ്യം കണ്ടത്. പിന്നീടാണിത് ചാനലുകളിൽ വാർത്തകളായിട്ടും കാർഡായിട്ടും മീഡിയ വണ്ണിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ വന്നു. അവരെല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികളെ പൊതുയിടത്തിൽ വെച്ച് KT ജലീൽ ആക്ഷേപിച്ചു എന്ന് തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ചാനലുകൾ ആ ഫീഡ് കൊടുക്കുന്നത് ആ കുട്ടികളുടെ മുഖം ബ്ലർ ചെയ്തുകൊണ്ടാണ്. അതിലൊരു പെൺകുട്ടി, ആ കുട്ടിയുടെ പേര് തെറ്റിച്ച് ഇയാളിത് പറയുമ്പോൾ ഈ രണ്ട് കൈ കൊണ്ട് മുഖം ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി മേഘ പറഞ്ഞ പോയിന്റിലേക്ക് വന്നാൽ, ഇനി ഇവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കുറവിനെ ചൂണ്ടിക്കാണിക്കാനാണ് KT ജലീൽ ഇത് ചെയ്യുന്നതെങ്കിൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മികച്ച വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന നാടാണിത് എന്ന് കൃത്യമായി പറയും. അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് KT ജലീലാണ്. KT ജലീലിന് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ളത്. പക്ഷെ വിദ്യാഭ്യാസം അല്ല എല്ലാത്തിൻ്റെയും മാനദണ്ഡം. എത്രയോ വലിയ ഉന്നത വിദ്യാഭ്യാസം, ഇപ്പോൾ പല റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥരെ കുറിച്ച് നമുക്കറിയാം. ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടിയൊക്കെ എങ്ങനെ IPS കിട്ടിയെന്ന് നമുക്ക് തോന്നിപ്പോകും, IPS IAS കിട്ടിയെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കൊണ്ടുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹം വലിയ വിവാദങ്ങളിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വി ശിവൻകുട്ടിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. വി ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, വി ശിവൻകുട്ടി LLB ആണെന്ന് പറയുമ്പോഴും LLB പാസ്സല്ല, LLB കംപ്ലീറ്റഡ് ആണ്. മാത്രമല്ല അദ്ദേഹത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കാണുക എന്ന് പറയുന്നത് സാധാരണ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോയി. ഇതിനു മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് വഹിച്ചിരുന്ന അബ്ദുൾ റബ്ബ്, ഈ അബ്ദുൾ റബ്ബിൻ്റെ കാലത്താണോ നീ പഠിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതായത് SSLC പാസ്സായതിനു ശേഷം വലിയ രീതിയിലൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല, ഇച്ചിരി പഠനത്തെ പ്രൊമോട്ട് ചെയ്യാനെങ്കിൽ ചോദിക്കും, നീ SSLC ജയിച്ചോടെ? ജയിച്ചു, നീ അബ്ദുൾ റബ്ബിൻ്റെ കാലത്തായിരിക്കും പരീക്ഷ എഴുതിയത് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. നോക്കൂ, ആ സ്ട്രാറ്റജി തന്നെയാണ് ശിവൻകുട്ടിയുടെ കാലത്തും പിന്തുടർന്നു പോരുന്നത്. ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ജയിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുക എന്നുള്ളതാണ്. നമുക്ക് പണ്ട് മുതലേ ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധരും സാമൂഹ്യ വിദഗ്ധരും നിരീക്ഷകരും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകണം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച എന്തൊക്കെ കാര്യങ്ങളിൽ പിന്നീട് അത് ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു മീഡിയ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്, ഒരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനി റൺ ചെയ്യുന്നു. എനിക്ക് ലസാഗും ഉസാഗും ഉണ്ട്, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തനിക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും അത് A+B the whole square is equal to A² + 2AB + B². ഇത് ഞാൻ എങ്ങും എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ, പഠിച്ച ചില സാധനങ്ങളെയൊക്കെ മറ്റ് ബിസിനസ്സുകളിലൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ചില ഫിസിക്സുകൾ, ചില കെമിസ്ട്രി സാധനങ്ങളും ഒക്കെ. ഇതിൻ്റെ ബേസിക്കുകളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ IQ ലെവൽ മാറ്റമുണ്ട്. ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സിലബസ് കൂടി മാറ്റിക്കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. ഒരു കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാകുമ്പോഴേ ഞാൻ എവിടേക്കും എന്ത് പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായി അതിനുവേണ്ടി പഠിക്കുന്ന ഒരു കാലത്ത് ഇപ്പോഴും ഇത് മൊത്തം പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 15 വയസ്സാകുന്ന ഒരു കുട്ടി SSLC എഴുതുകയാണ്. ഈ കുട്ടി ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ആ കുട്ടി തീരുമാനിക്കുന്നത് എനിക്കൊരു മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ അതിന് പറ്റുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ ഹയർ സെക്കൻഡറിയിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? ബയോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഓക്കെ, ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഹ്യൂമാനിറ്റീസ് പഠിക്കും. ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് കുറച്ച് ചരിത്രം കാര്യങ്ങൾ, അതിലെവിടെയാണ് ജേർണലിസം വരുന്നത്?
ഞാൻ ഒരു പേപ്പറായിട്ടോ പേപ്പറായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തണം. ബയോളജി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിക്കൽ മേഖലയിൽ പോയി പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പഠിച്ചത് +2 ബയോളജി. ഞാൻ പഠിക്കുന്ന കാലത്ത് മിഥ്യാധാരണയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന പിള്ളേർ മണ്ടന്മാരാണ്, സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നൊരു ചിന്ത അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് എൻ്റെ സഹോദരി പക്ഷേ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. അപ്പോൾ അയാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് അയാൾ വേറെ മേഖലയിലേക്ക് പോയി. കാരണം അയാൾക്ക് മെഡിക്കൽ മേഖലയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോവുകയുണ്ടായിരുന്നു. ഞാൻ ഈ +2 പഠിച്ച ഈ ബയോളജിയിൽ ഈ പഠിച്ച സുവോളജിയും ഈ പറയപ്പെടുന്ന ബോട്ടണിയും ഒക്കെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുവോളജി പിന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പറയാം. ഈ ബോട്ടണി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്ത് കഷ്ടപ്പെട്ട് എത്രയോ സസ്യങ്ങളുടെ ഇലകളും അതും ഇതൊക്കെ മേടിച്ച് ചിഹ്നം കീറി അവിടെ ഇവിടെ ഒട്ടിച്ച് സൈലോ ഫ്ലൂ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. കെമിസ്ട്രി പ്രദീപ് സാറിൻ്റെയൊക്കെ ചീത്തവിളി തെരുവിളിയൊക്കെ കേട്ടുകൊണ്ട് കുറേ ടെസ്റ്റ് ട്യൂബ് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്തു. ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പാറ്റയെ പൊളിച്ചു. പാറ്റയെ സോപ്പും വെള്ളത്തിൽ പൊക്കി പൊളിച്ച് കീറി പീസാക്കി. ഞാൻ പഠിക്കുന്ന കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. ബയോളജി ബയോമാക്സ് ആയിരുന്നു. ഞങ്ങൾക്ക് പഠിക്കുന്ന മുമ്പ് തവള ഉണ്ടായിരുന്നു, പിന്നീട് ഒരു പാറ്റയിലേക്ക് ഒതുക്കി വന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ബയോമാക്സ് എടുക്കുന്നു. അതിനുശേഷമുള്ള കുറച്ച് ചെറിയൊരു സ്പെക്ട്രത്തിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു, കുറച്ച് പേർ കൊമേഴ്സ് എടുക്കുന്നു, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. എനിക്കൊന്ന് ഞാൻ പഠിച്ച കാലത്ത് പോലും ഈ പറഞ്ഞ സിവിൽ സർവീസ് പഠിക്കണം, നമ്മൾ തമ്മിലൊരു 8-9 വർഷത്തെ വ്യത്യാസം ഉണ്ടല്ലോ, അതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച സഫ്ന എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പോൾ ഒരു കളക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അന്ന് മുതൽ IAS വേണം എന്നുള്ളത് കൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു. കോളേജ് നമ്മുടെ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, എന്താ സയൻസ് എടുക്കാത്തത്? അന്ന് ചേച്ചിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, എനിക്കിതാണ് പഠിക്കാനുള്ളത്, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. പക്ഷെ എത്ര പേരൊന്നും ഉണ്ടായിരുന്നു അതുപോലെ പറയാൻ? 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് സംവരണം ഒന്നും കിട്ടാത്ത ആളായതുകൊണ്ട് എനിക്ക് കിട്ടിയത് എന്താണ് പറഞ്ഞോളൂ. എന്താണ് താങ്കളുടെ മുഖം മാറി? എന്താണ്? ഇല്ല, സംവരണം എന്ന വലിയ ടോപ്പിക്കിലേക്ക് കടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്നേക്കാൾ 10ാം ക്ലാസ്സിൽ മാർക്ക് പറഞ്ഞ കുട്ടികൾക്ക് സയൻസ് കിട്ടിയപ്പോഴും അതിനേക്കാൾ മാർക്കുള്ള ഞാൻ കൊമേഴ്സിൽ പോയിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ പറഞ്ഞ പോലെ സയൻസ് കൊണ്ട് ചേട്ടന് ഉപയോഗമൊന്നും വന്നില്ല. ഞാനതാ പറഞ്ഞത്, കൊമേഴ്സിൽ പോയിരിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് എന്റെ നാക്കും എന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള എന്റെ കഴിവ് കൊണ്ട് ഞാൻ സയൻസിലേക്ക് മാറിയതാണ്. 3 ദിവസം അതന്നെ, അങ്ങനെ സംസാരിച്ച് നേടിയെടുത്തിട്ട് സയൻസ് കൊണ്ട് ഉപയോഗം ഇല്ലെന്നാണ് ചേട്ടൻ കഴിഞ്ഞ 5 മിനിറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സയൻസ് കിട്ടി സംവരണത്തിന് വന്നവർക്കും സംവരണം ഇല്ലാതെ സയൻസ് കിട്ടിയവർക്കും പഠിച്ചിട്ട് വന്നവർക്കും. എന്റെ ക്ലാസ്സിൽ പഠിച്ച ആരും ഒരു ഡോക്ടർ ആവുകയോ എഞ്ചിനീയർ ആയവരൊക്കെ ഉണ്ടാവും, ഡോക്ടർ ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഡോക്ടറാണ്. അതേസമയം കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ പഠിച്ച പല ആളുകളും ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. ഡോക്ടർമാരെ സംഭാവന ചെയ്യാൻ ഞങ്ങളുടെ ബാച്ചിന് സാധിച്ചില്ല, അതാണ് എൻ്റെ കൺസേൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഈ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതിയാണ്. വൊക്കേഷണൽ ട്രെയിനിങ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോയാലും വേറെ +2 പോയില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കാത്ത പയ്യൻ എന്നൊരു ചിന്ത ഇത് സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നൊരു രാഷ്ട്രീയക്കാരൻ വന്നിരുന്നുകൊണ്ട് കുട്ടികളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ പറയപ്പെടുന്ന പൊതുസമൂഹത്തിനിടയിൽ പെരുമാറും. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. KT ജലീൽ കുട്ടികളോട് മാപ്പ് പറയുക തന്നെ വേണം. അതെ.